എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. നമ്മളിന്ന് PSCയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്, ഗണിതശാസ്ത്രം അല്ലെങ്കിൽ PSCയുടെ മാത്സ്. അപ്പോൾ ഈ ഒരു ഭാഗത്തെപ്പറ്റി ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് പറയണമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളിപ്പോൾ ഒരു PSCയുടെ കോച്ചിങ്ങിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പരീക്ഷയ്ക്കായുള്ള തയ്യാറെടുപ്പ് തുടങ്ങുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ചലഞ്ചിങ് ആയിട്ട് അനുഭവപ്പെടുന്ന ഒരു വിഷയമാണ് മാത്സ്, അല്ലെങ്കിൽ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു 20 മാർക്ക്. നമുക്ക് പലപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്ന, ഇപ്പോൾ ശരിയാണെന്ന് തോന്നിക്കുകയും എന്നാൽ തെറ്റുത്തരത്തിലേക്ക് വരികയും ചെയ്യുന്ന അവസ്ഥകൾ, അല്ലെങ്കിൽ എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു സമയം, അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ നമുക്ക് തോന്നാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഈ പറയുന്ന മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന സെക്ഷൻ. ഓക്കെ, പക്ഷേ നമുക്ക് സാധാരണഗതിക്ക് കണ്ടുവരുന്നൊരു കാര്യമുണ്ട്. മാത്സ് നമുക്ക് 2 രീതിയിൽ പഠിക്കാം. ഒന്നുകിൽ നമുക്കിതൊരു വലിയ ഭാരമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ട ആ ഒരു സിലബസിൽ ഇത് ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അതിനെ നമുക്കൊരു ഭാരമായി കണ്ടുപഠിക്കാം. നമ്മൾ എന്തായാലും ഇത് പഠിക്കണം എന്നുള്ളൊരു രീതിയിൽ നിർബന്ധമായി നമുക്കത് പഠിക്കാം. അല്ലെങ്കിൽ നമുക്ക് സിലബസിലേക്ക് അല്ലെങ്കിൽ ഈ ടോപ്പിക്കുകളിലേക്ക് ഒന്നുകൂടി ഒന്ന് ഇറങ്ങിച്ചെന്ന് ഒന്നുകൂടി ഒന്ന് നമ്മളെ തന്നെ ഒന്ന് മുഴുകി എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ അത് പഠിച്ചു പോയി കഴിഞ്ഞാൽ, ആസ്വദിച്ച് പഠിച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു 20 ചോദ്യങ്ങളായിരിക്കും ഇത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യമേ പറയുന്നത്, നിങ്ങൾ ഈ വിഷയം കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്ക് മാത്സ് എന്ന് പറയുന്നെങ്കിലും ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്സിലെ വിഷയങ്ങളൊന്നും തന്നെ ഇതിൽ ഉൾപ്പെടുന്നില്ല. വളരെ ലൈറ്റായിട്ടുള്ള, നമുക്ക് ഡെയിലി ലൈഫുമായിട്ട് നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് കണക്കുകൾ മാത്രമാണ് നമുക്ക് ഈ ഭാഗത്ത് ചോദിക്കുക. അപ്പോൾ അതിൽ തന്നെ നമ്മളൊരു ഹൈസ്കൂളിന് മുമ്പ് പഠിച്ച കാര്യങ്ങളായിരിക്കും ഭൂരിഭാഗവും നമ്മളിതിനകത്ത് ആവർത്തിച്ച് മനസ്സിലാക്കാം. അപ്പോൾ പഴയ കാര്യങ്ങളുടെ ഒരു റിവിഷൻ, ആ സ്കൂൾ ടെക്സ്റ്റുകളുടെ ഒരു ആവർത്തനം മാത്രമാണ് നമുക്കിവിടെ വരിക. പിന്നെ മാത്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖല എന്ന് പറയുന്നത് ചോദ്യങ്ങളുടെ വെറൈറ്റിയാണ്. നമ്മൾ ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങൾ, ഓരോ വിഷയവും പഠിക്കുമ്പോൾ ഈ മേഖലയിൽ നിന്ന് നമുക്ക് ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങൾ നമുക്കൊരു മത്സര പരീക്ഷയിൽ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ മുമ്പ് ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്കത് വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. നമ്മളിവിടെ ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നതും അതേ രീതിയിൽ തന്നെയാണ്. ഓരോ വിഷയങ്ങൾ പഠിക്കുമ്പോഴും അതിൽ നിന്ന് മുൻ പരീക്ഷകൾ ചോദിച്ചതും അല്ലെങ്കിൽ ഇനിയുള്ള പരീക്ഷകൾ ചോദിക്കാൻ സാധ്യതയുള്ളതുമായ മുഴുവൻ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ മാത്സ് ക്ലാസ്സുകൾ എടുത്തു പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്, എന്നാൽ സാമാന്യം കുറച്ച് ക്വസ്റ്റ്യൻ ടൈപ്സ് കൂടുതലുള്ള ഒരു മേഖലയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്ത് മനസ്സിലാക്കാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വാരി വലിച്ച് പഠിക്കേണ്ട, നമുക്ക് PSC പരീക്ഷയ്ക്ക് റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം തുടക്കത്തിലേ ഒന്ന് പറഞ്ഞു പോകാം. ഒന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നിസ്സർഗ സംഖ്യകളെ പറ്റിയാണ്. ശ്രദ്ധിക്കുക, എണ്ണൽ സംഖ്യകൾ അഥവാ നിസ്സർഗ സംഖ്യകൾ. എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾക്കാണ് എണ്ണൽ സംഖ്യകൾ എന്ന് പറയാം, അല്ലേ? കൗണ്ടിങ് നമ്പേഴ്സ്. അപ്പോൾ അതിന് ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്ക് കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് സിമ്പിളായിട്ട് പറയാം, അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. അപ്പോൾ എണ്ണൽ സംഖ്യകൾ അഥവാ നിസ്സർഗ സംഖ്യകൾ. എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ്? പൂർണ്ണസംഖ്യകളായ 1, 2, 3, 4 അങ്ങനെ പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ പോകുന്ന സംഖ്യകളെയാണ് നമ്മൾ എണ്ണൽ സംഖ്യകൾ എന്ന് വിശേഷിപ്പിക്കുക. 1, 2 അങ്ങനെ പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ എല്ലാം പോസിറ്റീവ് സംഖ്യകൾ മാത്രമാണ്, 0 ഉൾപ്പെടുന്നില്ല. അതായത് നമ്മളിപ്പോൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ. അതേസമയം അടുത്ത ഒരു ടേം പറയുകയാണ് അഖണ്ഡ സംഖ്യകൾ. ഇംഗ്ലീഷിലാണെങ്കിൽ ഹോൾ നമ്പേഴ്സ് എന്ന് പറയാം. അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകൾ കൂടാതെ 0 കൂടി ഉൾപ്പെടുന്ന സെറ്റിനാണ് അഖണ്ഡ സംഖ്യകൾ എന്ന് വിശേഷിപ്പിക്കുക. അതായത് 0, 1, 2, 3 അങ്ങനെ പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ പോകുന്ന സംഖ്യകളുടെ ഗണത്തിനാണ് നമ്മൾ അഖണ്ഡ സംഖ്യകൾ എന്ന് വിളിക്കുക. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് എണ്ണൽ സംഖ്യകളും അഖണ്ഡ സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസം? എണ്ണൽ സംഖ്യകളിൽ 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1, 2, 3, 4 അങ്ങനെ പോസിറ്റീവ് ഇൻഫിനിറ്റി അനന്തത വരെയുള്ള സംഖ്യകൾ ഉൾപ്പെടുന്നു. അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ കൂട്ടത്തിൽ 0 കൂടി ഉൾപ്പെടുന്നതാണ് അഖണ്ഡ സംഖ്യകളുടെ സെറ്റ്. അപ്പോൾ അഖണ്ഡ സംഖ്യകളിൽ എണ്ണൽ സംഖ്യകളെ കൂടാതെ എക്സ്ട്രാ വരുന്നത് 0 മാത്രമാണ് എന്നുള്ള കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി
മറ്റൊരാശയം എന്ന് പറയുന്നത് പൂർണ്ണസംഖ്യകൾ. പൂർണ്ണസംഖ്യകൾ ഇംഗ്ലീഷിലാണെങ്കിൽ പറയുക ഇൻഡിജേഴ്സ് എന്നാണ്. അപ്പോൾ പൂർണ്ണസംഖ്യകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. പൂർണ്ണസംഖ്യകളിൽ നെഗറ്റീവായിട്ടുള്ള സംഖ്യകളും ഉൾപ്പെടുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ എണ്ണൽ സംഖ്യകളിലോ അഖണ്ഡ സംഖ്യകളിലോ നെഗറ്റീവ് സംഖ്യകൾ ഉൾപ്പെടുന്നില്ല, പോസിറ്റീവ് സംഖ്യകൾ മാത്രമാണ് ഉൾപ്പെടുക. എന്നാൽ പൂർണ്ണസംഖ്യകളിലേക്ക് വരുമ്പോൾ അത് -∞ മുതലാണ് തുടങ്ങുക. -∞ മുതൽ ഇങ്ങോട്ട് പോകുന്ന അങ്ങനെ -2, -1, പിന്നെ 0, പിന്നെ പോസിറ്റീവ് സംഖ്യകളിലേക്ക് വരുന്നു 1, 2, അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്ന മുഴുവൻ സംഖ്യകളും ചേരുന്നതാണ് പൂർണ്ണസംഖ്യകൾ. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പൂർണ്ണസംഖ്യകളിൽ നെഗറ്റീവ് സംഖ്യകൾ ഉൾപ്പെടുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം. പിന്നെ 0 പൂർണ്ണസംഖ്യകളിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ 0 ഉൾപ്പെടുന്നത് പൂർണ്ണസംഖ്യകളിലുമുണ്ട് അഖണ്ഡ സംഖ്യകളിലുമുണ്ട്, ഇല്ലാത്തത് എണ്ണൽ സംഖ്യകളിൽ മാത്രമാണ്. അപ്പോൾ -∞ മുതൽ +∞ വരെ 0 ഉൾപ്പെടെയുള്ള മുഴുവൻ പൂർണ്ണസംഖ്യകളും, അതാണ് ഇൻഡിജേഴ്സ് അഥവാ പൂർണ്ണസംഖ്യകൾ എന്നുള്ള സെറ്റ്. ഓക്കെ, നമുക്കിനി ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളിലേക്ക് വരാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം വായിക്കാം. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഏറ്റവും ചെറിയ നിസ്സർഗ സംഖ്യ ഏത്? നിങ്ങൾ കേൾക്കുന്നവർക്ക് ഭൂരിഭാഗം ആൾക്കാർക്കും ഇപ്പോൾ തന്നെ ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിൽ തെളിഞ്ഞു വന്ന് കാണും. ഏറ്റവും ചെറിയ നിസ്സർഗ സംഖ്യ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം. എണ്ണൽ സംഖ്യകൾ നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ്? 1, 2, 3 അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്ന പോസിറ്റീവ് സംഖ്യകളാണ് എണ്ണൽ സംഖ്യകൾ. അപ്പോൾ അവയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് നിസ്സർഗ സംഖ്യകൾ എന്നുള്ളത് പ്രത്യേകം ഓർമ്മിച്ചിരിക്കുക. പ്രത്യേകിച്ച് നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിച്ചു വന്നവർ മലയാളം ടേംസ് വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. കാരണം ആ ടേം അറിയില്ലെങ്കിൽ നമുക്ക് ആ ചോദ്യം തന്നെ നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നിസ്സർഗ സംഖ്യ എന്നാൽ എണ്ണൽ സംഖ്യ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ അവയിൽ ഏറ്റവും ചെറുത് ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഏറ്റവും ചെറിയ നിസ്സർഗ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ 1 ഉത്തരമായിട്ട് വരിക. ഇപ്പം നമ്മൾ പറഞ്ഞു ഏറ്റവും ചെറിയ നിസ്സർഗ സംഖ്യ 1. ഇതേപോലെയുള്ള 1-2 ചോദ്യങ്ങളും കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഓക്കെ, ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏതാണ്? നിങ്ങൾ തന്നെ ഇന്ന് മനസ്സിൽ പറഞ്ഞു നോക്കുക. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യയാണ് ചോദിക്കുന്നതെങ്കിൽ 0 ഉത്തരമായി വരിക. ഓക്കെ, ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ 0, എന്നാൽ ഏറ്റവും ചെറിയ നിസ്സർഗ സംഖ്യ 1. ഈ ഒരു വ്യത്യാസം പ്രത്യേകമായിട്ട് പരീക്ഷകളിൽ നമുക്ക് പലപ്പോഴും ചോദിച്ച് കാണാറുണ്ട്, ഓർമ്മിച്ചിരിക്കാം. രണ്ടാമത്തെ ചോദ്യം, നിസ്സർഗ സംഖ്യ അല്ലാത്ത അഖണ്ഡ സംഖ്യ ഏത്? നിസ്സർഗ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകൾ. അപ്പോൾ അവയിൽ ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞാൽ 1, 2, 3 അങ്ങനെ ഇൻഫിനിറ്റി വരെയുള്ള സംഖ്യകളാണ് എണ്ണൽ സംഖ്യകളിൽ ഉൾപ്പെടുന്നത്. എന്നാൽ അഖണ്ഡ സംഖ്യകളിൽ ഇവയെല്ലാം ഉണ്ട്. നിസ്സർഗ സംഖ്യകളെല്ലാം തന്നെ ഇപ്പോൾ 1, 2, 3 അങ്ങനെ പോസിറ്റീവ് ഇൻഫിനിറ്റി വരെയുള്ള മുഴുവൻ നിസ്സർഗ സംഖ്യകളുമുണ്ട്. അത് കൂടാതെ ഒരു സംഖ്യ കൂടിയുണ്ട്. ഏതാണ്? 0 കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യം വ്യക്തമാണ്. നിസ്സർഗ സംഖ്യ അല്ലാത്ത, നിസ്സർഗ സംഖ്യകളുടെ സെറ്റിലില്ലാത്ത അഖണ്ഡ സംഖ്യ ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ തീർച്ചയായിട്ടും ഉത്തരമായിട്ട് വരുന്നത് 0 ആയിരിക്കും. നിസ്സർഗ സംഖ്യ അല്ലാത്ത അഖണ്ഡ സംഖ്യ 0 മാത്രമാണ്. ബാക്കിയുള്ള അഖണ്ഡ സംഖ്യകളെല്ലാം നിസ്സർഗ സംഖ്യകളിൽ ഉൾപ്പെടുന്നുണ്ട്. അടുത്ത ചോദ്യം വായിക്കാം. 2 നാലക്ക സംഖ്യകൾ തമ്മിലുണ്ടാകാവുന്ന പരമാവധി വ്യത്യാസം എത്ര? 2 നാലക്ക സംഖ്യകൾ നമ്മൾ പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങൾ 3 അക്ക സംഖ്യ, 4 അക്ക സംഖ്യ എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് നമുക്കതിൽ നെഗറ്റീവ് സംഖ്യകൾ നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഇപ്പോൾ ഒരു പരീക്ഷയിൽ അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് അതെല്ലാം എണ്ണൽ സംഖ്യകളെ പറ്റിയുള്ള ചോദ്യങ്ങളാണ്. ചില ചോദ്യങ്ങളിൽ അത് എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് എണ്ണൽ സംഖ്യകൾ മാത്രം വന്നാൽ മതിയാവും. അപ്പോൾ 2 നാലക്ക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 4 അക്കങ്ങളുള്ള 2 എണ്ണൽ സംഖ്യകൾ. അവ തമ്മിലുണ്ടാകാവുന്ന പരമാവധി വ്യത്യാസം, ഏറ്റവും കൂടുതൽ വ്യത്യാസത്തിലുള്ള 2 നാലക്ക സംഖ്യകൾ, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 2 നാലക്ക സംഖ്യകൾ. നാലക്ക സംഖ്യകൾ തുടങ്ങുന്നത് എവിടെയാണ്? നാലക്ക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നാലക്ക സംഖ്യ നമുക്ക് എഴുതാം. ആദ്യത്തെ നാലക്ക സംഖ്യ തീർച്ചയായിട്ടും 1000. 999 വരെ 3 അക്കത്തിൽ പോകുന്നു. 4 അക്കത്തിലേക്ക് കിടക്കുന്ന ആദ്യത്തെ സംഖ്യ 1000. ഇനി അത് എവിടെ വരെ പോകും? 10000 5 അക്കത്തിൽ വരുന്ന ആദ്യത്തെ സംഖ്യ. അപ്പോൾ 4 അക്കത്തിലെ അവസാനത്തെ സംഖ്യ എന്നാൽ 10000 തൊട്ട് താഴെ വരുന്ന 9999. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ 1000,
ഏറ്റവും വലിയ നാലക്ക സംഖ്യയാണെങ്കിൽ 9999. നമ്മുടെ ചോദ്യം 2 നാലക്ക സംഖ്യകൾ തമ്മിൽ വരാവുന്ന പരമാവധി വ്യത്യാസം. വ്യത്യാസം പരമാവധി ആകണമെങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യയും ഏറ്റവും വലിയ സംഖ്യയും എടുത്താലാണ് നമുക്ക് പരമാവധി വ്യത്യാസം കിട്ടുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമായിരിക്കും നമ്മുടെ ഉത്തരം. 9999 നിന്ന് 1000 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് നമുക്ക് വേണ്ട ഉത്തരം 8999. 2 നാലക്ക സംഖ്യകൾ തമ്മിൽ വരാവുന്ന പരമാവധി വ്യത്യാസമാണ് 8999. ഇതൊരു PSCയുടെ മുൻവർഷ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ PSC ചോദിച്ചിട്ടുള്ള സിമിലർ ആയിട്ടുള്ള മറ്റ് ചോദ്യങ്ങളുണ്ട്. അതായത് ഈ 4 അക്കം എന്നുള്ളത് മാറ്റി 3 അക്കം ഉപയോഗിച്ചാലോ 5 അക്കം ഉപയോഗിച്ചാലോ ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും ഈ ചോദ്യം ചോദിക്കാൻ സാധിക്കും. ഇപ്പം 3 അക്കത്തിലാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ലോജിക്കിനൊന്നും യാതൊരു മാറ്റവുമില്ല. 3 അക്കത്തിലെ ഏറ്റവും വലിയ സംഖ്യയായ 999ഉം 3 അക്കത്തിലെ ഏറ്റവും ചെറിയ സംഖ്യയായ 100ഉം തമ്മിലുള്ള വ്യത്യാസമായ 899 ആയിരിക്കും ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം, 2 അക്കങ്ങളുള്ള എണ്ണൽ സംഖ്യകളിൽ 9 എന്ന അക്കം എത്ര തവണ ആവർത്തിക്കുന്നുണ്ട്? ശ്രദ്ധിക്കുക, 2 അക്കങ്ങളുള്ള എണ്ണൽ സംഖ്യകൾ. നമ്മളൊരു ചോദ്യത്തെ എപ്പോഴും ചോദ്യം മുഴുവനായിട്ട് വായിച്ച് അതിൻ്റെ ഉത്തരത്തിലേക്ക് വരാതെ നമ്മൾ ആ ചോദ്യത്തെ പല ഭാഗങ്ങളാക്കുക. 2 അക്കങ്ങളുള്ള എണ്ണൽ സംഖ്യകളെന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ 2 അക്കങ്ങളുള്ള എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ് എന്ന തരത്തിൽ ചിന്തിക്കുക. അപ്പോൾ 10 മുതൽ 99 വരെയാണ് 2 അക്കങ്ങളുള്ള എണ്ണൽ സംഖ്യകൾ. അപ്പോൾ 10 മുതൽ 99 വരെയുള്ള സംഖ്യകളെ പറ്റിയാണ് നമ്മുടെ ചോദ്യം. ഈ സംഖ്യകൾ എഴുതാൻ 9 എന്ന അക്കം എത്ര തവണ ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ 10 മുതൽ 99 വരെ. ഇതിൽ നമുക്കറിയാം ഈ 90-ന് ശേഷമുള്ള സംഖ്യകളിലെല്ലാം 9 വരുന്നുണ്ട്. 90-ന് ശേഷമുള്ള സംഖ്യകളിൽ എല്ലാം തന്നെ 9 വരുന്നുണ്ട്. എന്നാൽ അതിന് മുമ്പുള്ള സംഖ്യകൾ എടുത്താൽ 10 എണ്ണം കൂടുമ്പോൾ മാത്രമേ 9 വരുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് വ്യക്തമായല്ലോ. അതായത് 19-ലാണ് ആദ്യമായിട്ട് 2 അക്ക സംഖ്യകളിൽ 9 ഉപയോഗിക്കുന്നത്. 19. അപ്പോൾ 19, 29 അങ്ങനെ 10 എണ്ണം കൂടുമ്പോഴാണ് വരുന്നത്. 19, 29, 39 അങ്ങനെ നമുക്ക് 89 വരെ ആ രീതിയിൽ മുന്നോട്ട് പോകും. അപ്പോൾ 1 സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ 8-ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ 8 തവണ 9 ഉൾപ്പെടുന്ന സംഖ്യകൾ അവിടെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് വ്യക്തമായല്ലോ. 19 മുതൽ 89 വരെ എത്ര തവണ 9 വരുന്നുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കവിടെ മനസ്സിലാകും 8 തവണയാണ് അവിടെ 9 വരുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. 1 മുതൽ 8 വരെയുള്ള നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 1 മുതൽ 8 വരെയുള്ള സംഖ്യകളുടെ എണ്ണം മാത്രം എടുത്താൽ മതിയാവും. അപ്പോൾ അവിടുന്ന് ഒരു 8 എണ്ണം വന്നു എന്ന് മനസ്സിലായി. നമ്മുടെ ഉത്തരം പൂർണ്ണമായിട്ടില്ല. നമുക്കിനി 90-ന് ശേഷമുള്ള സംഖ്യകളിൽ എത്ര തവണ വരുന്നുണ്ട് എന്നതുകൂടി മനസ്സിലാക്കണം. അത് നമുക്ക് വേണേൽ സിമ്പിളായിട്ട് കൗണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് 90 മുതൽ 99 വരെയുള്ളത് മാത്രം ഒന്നെടുക്കുക. 90 മുതൽ 99 വരെ. ഇപ്പോൾ 90 മുതൽ 99 വരെയുള്ള സംഖ്യകളിലെല്ലാം തന്നെ 9 ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 99-ലാണെങ്കിൽ 2 തവണ നമ്മൾ 9 എഴുതുന്നുണ്ട്. 0 മുതൽ 9 വരെ എന്ന് പറഞ്ഞാൽ 10 എണ്ണം അവിടെ വന്നു കഴിഞ്ഞു. 90 മുതൽ 99 വരെയുള്ള സംഖ്യകളുടെ എണ്ണം 10. അപ്പോൾ 10 തവണ വന്നു കഴിഞ്ഞു. പിന്നെ 99-ൽ വരുമ്പോൾ 1 തവണ എക്സ്ട്രാ വരുന്നുണ്ട്. 99 വരുമ്പോൾ 1 തവണയും കൂടെ അധികമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആകെ എത്ര തവണ വന്നിട്ടുണ്ട്? 10 മുതൽ 99 വരെയുള്ള സംഖ്യകൾ ഇപ്പോൾ പൂർണ്ണമായി. അതിൽ ഇവിടെ ഒരു 8, ഇവിടെ ഒരു 10 + 1 11. അപ്പോൾ ആകെ എത്ര തവണ 9 ഉപയോഗിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ 10, 11, 8, 19 തവണയാണ് 9 ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം വ്യക്തമാണ്. 2 അക്ക സംഖ്യകളിൽ ആകെ എത്ര തവണ 9 എന്ന അക്കം ഉപയോഗിച്ചിട്ടുണ്ട്? 19 തവണ. അടുത്ത ചോദ്യം ഇതാണ്. ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ ഏത്? ചോദ്യം കുറച്ച് പേര് കേട്ടിട്ടുണ്ടാവും, കുറച്ച് പേര് കേട്ടിട്ടുണ്ടാവില്ല. അതായത് പരിപൂർണ സംഖ്യ, പൂർണ്ണസംഖ്യ അല്ല, പരിപൂർണ സംഖ്യ. പരിപൂർണ സംഖ്യ എന്നാൽ നമ്മളിനി കടക്കുന്നത് സ്പെഷ്യൽ നമ്പേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള കുറച്ച് ചോദ്യങ്ങളിലേക്കാണ്. സ്പെഷ്യൽ നമ്പേഴ്സ് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ചില പ്രത്യേകതകളുള്ള സംഖ്യകൾക്കാണ് നമ്മൾ സ്പെഷ്യൽ നമ്പേഴ്സ് എന്ന് പറയാം. അപ്പോൾ അതിലൊന്നാണ് പരിപൂർണ സംഖ്യ. ഇതുപോലെ തന്നെ മറ്റ് ചില സംഖ്യകളുണ്ട്. നമ്മൾ മുന്നോട്ടുള്ള ചോദ്യങ്ങളിൽ അതിലേക്ക് കിടക്കും. അപ്പോൾ പരിപൂർണ സംഖ്യ എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാം. നമ്മൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ നോട്ടുകളായിട്ട് കൃത്യമായി എഴുതി പോവുക. പരിപൂർണ സംഖ്യയ്ക്ക് മറ്റൊരു പേരുണ്ട്. മലയാളത്തിൽ മറ്റൊരു പേരുണ്ട്, അനഘ സംഖ്യ. പരിപൂർണ സംഖ്യയെന്നോ അനഘ സംഖ്യയെന്നോ വിളിക്കാം.
PSCയുടെ ചോദ്യപേപ്പറുകളിൽ നമ്മൾ പരിപൂർണ്ണ സംഖ്യ എന്നുള്ള പ്രയോഗമാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ പ്രയോഗത്തിൽ നമ്മൾ ചോദ്യം പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിലാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് പറയുക പെർഫെക്റ്റ് നമ്പർ എന്നായിരിക്കും. പെർഫെക്റ്റ് നമ്പർ. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കാം. വളരെ കുറച്ച് സംഖ്യകൾ മാത്രമേ പരിപൂർണ്ണ സംഖ്യ എന്നുള്ള രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ പരിപൂർണ്ണ സംഖ്യ ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പരിപൂർണ്ണ സംഖ്യയുടെ ഡെഫിനിഷനിലേക്ക് വരാം. ആവശ്യമുള്ളവർ കൃത്യമായിട്ടത് എഴുതിയെടുക്കുക. പരിപൂർണ്ണ സംഖ്യ എന്താണ്? ഒരു സംഖ്യയുടെ ഘടകങ്ങളിൽ ആ സംഖ്യ ഒഴികെയുള്ള മറ്റ് ഘടകങ്ങളുടെ തുക സംഖ്യ തന്നെയാണെങ്കിൽ അതിനെ നമ്മൾ പരിപൂർണ്ണ സംഖ്യ എന്ന് പറയും. നമ്മൾ പറഞ്ഞത് എന്താണ്? എല്ലാ സംഖ്യകൾക്കും കുറേ ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ചില സംഖ്യകൾക്ക് 2 ആയിരിക്കും, ചില സംഖ്യകൾക്ക് 10 ആയിരിക്കും. അത് നമുക്ക് നേരത്തെ പറയാൻ പറ്റില്ല. എല്ലാ സംഖ്യകൾക്കും വ്യത്യസ്തമാണ്. അപ്പോൾ ഒരു സംഖ്യയുടെ ഘടകങ്ങളിൽ ഏറ്റവും വലിയ ഘടകമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ സംഖ്യ തന്നെയായിരിക്കും. ഏറ്റവും ചെറിയ ഘടകം ഒന്നുമായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു സംഖ്യയുടെ ഘടകങ്ങൾ എഴുതുന്നു, ആ സംഖ്യ ഒഴികെ, അതായത് ആ സംഖ്യ വെട്ടിക്കളയുന്നു, മറ്റ് ഘടകങ്ങളെല്ലാം കൂട്ടുമ്പോൾ സംഖ്യ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അതിനാണ് നമ്മൾ പരിപൂർണ്ണ സംഖ്യ എന്ന് പറയുക. നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. അപ്പം നമ്മുടെ ചോദ്യം ഏറ്റവും ചെറിയ പരിപൂർണ്ണ സംഖ്യ ഏത്? ഏറ്റവും ചെറിയ പരിപൂർണ്ണ സംഖ്യ ഞാൻ പറയാം, 6 ആണ് ഏറ്റവും ചെറിയ പരിപൂർണ്ണ സംഖ്യ. ഇത് നമ്മളൊരു ഫാക്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മളൊരു ചോദ്യം വരുമ്പോൾ നമ്മൾ അന്നേരം ചെയ്ത് നോക്കുന്നതിലും നല്ലത് നമ്മളത് ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കുക. 6 ആണ് ഏറ്റവും ചെറിയ പരിപൂർണ്ണ സംഖ്യ. അപ്പോൾ 6 എങ്ങനെ ഒരു പരിപൂർണ്ണ സംഖ്യ ആകുന്നു? 6ൻ്റെ ഘടകങ്ങൾ എഴുതാം. 6ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ ഘടകം എപ്പോഴും ആ സംഖ്യ തന്നെയായിരിക്കും, 6. പിന്നെ വരുന്ന ഘടകങ്ങളെന്ന് പറഞ്ഞാൽ 6, 3, 2, 1. അപ്പോൾ ഈ 4 ഘടകങ്ങളിൽ നമ്മൾ പറഞ്ഞത് സംഖ്യ ഒഴികെയുള്ള, അപ്പോൾ 6നെ വെട്ടിക്കളഞ്ഞു, സംഖ്യ ഒഴികെയുള്ള മറ്റ് ഘടകങ്ങളുടെ തുക എടുത്താൽ കിട്ടുന്നത് സംഖ്യ തന്നെ ആയിരിക്കും. ഇങ്ങനെയുള്ള സംഖ്യകൾക്കാണ് നമ്മൾ എന്ത് പറയുക? പരിപൂർണ്ണ സംഖ്യകൾ എന്ന് പറയുക. അപ്പോൾ ആ അർത്ഥത്തിൽ ഏറ്റവും ചെറിയ പരിപൂർണ്ണ സംഖ്യ എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ നമ്മുടെ ചോദ്യം അതാണ്, ഏറ്റവും ചെറിയ പരിപൂർണ്ണ സംഖ്യ ഏത്? PSCയുടെ ആവർത്തന ചോദ്യമാണ്. ഉത്തരം 6. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പരിപൂർണ്ണ സംഖ്യ ഏത്? ഇതും PSCക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. അതായത് 4 ഓപ്ഷൻസ് തന്നിട്ട് അതിൽ പരിപൂർണ്ണ സംഖ്യ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പർ ഏതാണ് എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിലെ പരിപൂർണ്ണ സംഖ്യ. നമുക്ക് ഈ തന്നിരിക്കുന്ന സംഖ്യകളെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കാം. ഈ തന്നിരിക്കുന്ന സംഖ്യകളുടെ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് എഴുതി നോക്കാം. 20ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഘടകങ്ങളിലേക്ക് നമ്മൾ പിന്നീട് കടക്കുന്നുണ്ട്. ഘടകങ്ങളെപ്പറ്റി നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു അധ്യായമായി നമ്മൾ ഘടകങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഓർത്തിരിക്കുക, ഈ പറയുന്ന സംഖ്യകളുടെയൊക്കെ ഘടകങ്ങളൊന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ, സ്വയം ഒന്ന് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക. അപ്പോൾ 20ൻ്റെ ഘടകങ്ങൾ എല്ലാ സംഖ്യകൾക്കും നമ്മൾ എഴുതി തുടങ്ങുന്നത് ഏറ്റവും മേളിൽ നിന്ന് തന്നെയായിരിക്കും. 20ൻ്റെ ഏറ്റവും വലിയ ഘടകം ഏതാണ്? 20 തന്നെയാണ്. പിന്നെ വരുന്നത് 10, 20ൻ്റെ പകുതിയായ 10. പിന്നെ 20നെ നിശേഷം ഹരിക്കുന്ന മറ്റ് സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ചിന്തിച്ച് നോക്കുക. 20ഉം 10ഉം കൂടാതെ വരുന്നത് 5 ഉണ്ട്, പിന്നെ 4 വരുന്നുണ്ട്, 2, 1. ഇത്രയും സംഖ്യകളാണ് 20നെ നിശേഷം ഹരിക്കുന്നവ അല്ലെങ്കിൽ 20ൻ്റെ ഘടകങ്ങളായ സംഖ്യകൾ. അപ്പോൾ ഈ സംഖ്യകളിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? പരിപൂർണ്ണ സംഖ്യ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാനായിട്ട് ഏറ്റവും വലിയ ഘടകം, അതായത് 20നെ നമുക്ക് വെട്ടിക്കളയണം. കാരണം സംഖ്യയെ നമുക്ക് എടുക്കാൻ പാടില്ല. അപ്പോൾ ഇനി എടുക്കുമ്പോൾ നമ്മൾ ഈ സംഖ്യ എഴുതില്ല, സംഖ്യ ഒഴികെയുള്ള മറ്റ് ഘടകങ്ങളെ നമ്മൾ എഴുതുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ 10, 5, 15, 4, 19, 2, 21, 1, 22. ഇതിൻ്റെ എല്ലാം തുക എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 22 ആണ്. നമുക്കവിടെ ഒരു മിസ്മാച്ചാണ് വന്നിരിക്കുന്നത്, അല്ലേ? അതായത് നമ്മൾ പറഞ്ഞത് തുക എടുക്കുമ്പോൾ സംഖ്യ തന്നെ കിട്ടണം. അപ്പോൾ അതല്ല എന്ന് മനസ്സിലായി. അടുത്ത ഓപ്ഷനിലേക്ക് നോക്കാം. 28. 28ൻ്റെ ഘടകങ്ങളിൽ ഏറ്റവും വലിയ ഘടകമായ 28 നമ്മൾ ഇനി എടുക്കുന്നില്ല, പകുതി തൊട്ടേ തുടങ്ങുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ 28ൻ്റെ അടുത്ത ഘടകം എന്ന് പറയുന്നത് 14 ആണ്. പിന്നെ വരുന്ന ഘടകം ഏതാണ്? 7. അതുപോലെ തന്നെ 4, 2, 1. ഈ ഘടകങ്ങളെല്ലാം ഒന്ന് കൂട്ടി നോക്കാം. 14ഉം 7ഉം 21. 21, 4, 25, 2, 27, 1, 28. അവിടെ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനിൽ മാച്ചിങ് ആയിട്ട് വന്നു കഴിഞ്ഞു, അല്ലേ? അപ്പോൾ പരിപൂർണ്ണ സംഖ്യ ഏതാണ്? ഇനി ബാക്കിയുള്ള 2 ഓപ്ഷൻസ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ സമയം കളയുന്നില്ല. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ പരിപൂർണ്ണ സംഖ്യ എന്ന് പറയുന്നത് 28 ആണ്. അപ്പോൾ ഈ ചോദ്യത്തെപ്പറ്റി നമ്മൾ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു. എന്നാൽ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം മുഴുവനും നമുക്ക് ഒരു ചെറിയ ക്ലാസ്സിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല.
പലപ്പോഴും. അപ്പോൾ നമ്മൾ എന്താണ് ഇതിനെപ്പറ്റി മറ്റെന്തൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. പരിപൂർണ സംഖ്യകളെന്ന് പറയുന്നത് വളരെ വളരെ റെയറാണ്. ഒരുപാട് സംഖ്യകളില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കാം. ഇപ്പോൾ 6നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു പരിപൂർണ സംഖ്യ എങ്ങനെയാകുന്നു എന്നുള്ളത്. 28 എങ്ങനെ പരിപൂർണ സംഖ്യ ആകുന്നു എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ ഇതുപോലെ നമുക്ക് 100ന് അപ്പുറത്തുള്ളൊരു സംഖ്യയോ അല്ലെങ്കിൽ 1000ന് പുറത്തുള്ളൊരു സംഖ്യയോ നമുക്കിതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. കാരണം അതിൻ്റെ ഘടകങ്ങൾ എഴുതി കൂട്ടുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അത് നമുക്കൊരു മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ 10,000ന് താഴെയുള്ള 4 പരിപൂർണ സംഖ്യകളേ ഉള്ളൂ. അവ നിങ്ങൾ ബൈ ഹാർട്ടായിട്ട് പഠിച്ചിരിക്കണം. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. 2 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാണ്? ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ 6ആണ്. രണ്ടാമത്തെ പരിപൂർണ സംഖ്യയാണ് നമ്മൾ ഈ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയ 28. ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളിൽ വരാൻ സാധ്യതയുള്ള പരിപൂർണ സംഖ്യകൾ. എന്നാൽ PSC ചോദ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് 2 പരിപൂർണ സംഖ്യകളാണ് 3 അക്കത്തിൽ 496 എന്ന പരിപൂർണ സംഖ്യയുണ്ട്. 4 അക്കങ്ങളിലാണെങ്കിൽ 8128 എന്ന ഒരു പരിപൂർണ സംഖ്യയുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. 10,000ന് താഴെ ആകെ 4 പരിപൂർണ സംഖ്യകളേ ഉള്ളൂ. ഒരക്കമുള്ള പരിപൂർണ സംഖ്യ 6, 2 അക്കങ്ങളുള്ളത് 28, 3 അക്കങ്ങളുള്ളത് 496, 4 അക്കങ്ങളുള്ളത് 8128. അപ്പോൾ ഈ 4 പരിപൂർണ സംഖ്യകളും നിർബന്ധമായും അറിഞ്ഞിരിക്കുക. നമ്മളിപ്പോൾ കഴിഞ്ഞ ചോദ്യത്തിൽ പരിപൂർണ സംഖ്യയെ പറ്റി മനസ്സിലാക്കി. എന്നാൽ ഈ ചോദ്യത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആംസ്ട്രോങ് സംഖ്യയെ പറ്റിയാണ്. ആംസ്ട്രോങ് സംഖ്യ പരിപൂർണ സംഖ്യകളെ പോലെ തന്നെ ചില പ്രത്യേകതകളുള്ള സംഖ്യകളാണ് ആംസ്ട്രോങ് സംഖ്യകളെന്ന് നമ്മൾ വിളിക്കുക. അപ്പോൾ ആംസ്ട്രോങ് സംഖ്യ എന്ന പേര് ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ ഇനി കേൾക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരേണ്ട ഒരു കാര്യം ക്യൂബുകളെ പറ്റിയുള്ള ചോദ്യമാണ് എന്നാണ്. ആംസ്ട്രോങ് സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യൂബുകളെ പറ്റി അല്ലെങ്കിൽ ഘനങ്ങളെ പറ്റി, ക്യൂബിൻ്റെ മലയാളമാണ് ഘനം. ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ട് തന്നെ 3 തവണ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണനഫലത്തിനാണ് ഘനം അല്ലെങ്കിൽ ക്യൂബ് എന്ന് പറയാം. അപ്പോൾ ക്യൂബുകളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ആംസ്ട്രോങ് സംഖ്യ എന്നത്. ആംസ്ട്രോങ് സംഖ്യയെപ്പറ്റി ചോദ്യം വായിക്കാം. ഈ കൂട്ടത്തിലെ ആംസ്ട്രോങ് സംഖ്യ ഏത്? നമുക്ക് 4 സംഖ്യകളടങ്ങിയ ഓപ്ഷൻ സെറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ആംസ്ട്രോങ് സംഖ്യ ഏതാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഞാനൊരു ആംസ്ട്രോങ് സംഖ്യ പരിചയപ്പെടുത്താം. നമ്മളിപ്പോൾ ഡെഫിനിഷൻ പഠിക്കുന്നതിൽ നല്ലത് അത് എക്സാമ്പിൾ വൈസ് അങ്ങ് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പറയാവുന്ന ഒരു ആംസ്ട്രോങ് സംഖ്യയാണ് 153. 153 എങ്ങനെയാണ് ഒരു ആംസ്ട്രോങ് സംഖ്യ ആവുക നോക്കാം. നമുക്ക് 153ൽ 3 അക്കങ്ങൾ ഉണ്ട് അല്ലേ? 3 അക്കങ്ങളുണ്ട്. ഞാൻ ഈ ഓരോ അക്കങ്ങളുടെയും ക്യൂബ് എടുക്കാൻ പോവുകയാണ്. ഓരോ അക്കങ്ങളുടെയും ക്യൂബ് എടുക്കുന്നു. 1ൻ്റെ ക്യൂബ് എത്രയാണ്? 1 തന്നെയാണ്. 5ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 125 ആണ്. ഇനി അടുത്തത് 3ൻ്റെ ക്യൂബ്, മൂന്നാമത്തെ അക്കമായ 3ൻ്റെ ക്യൂബ് എടുത്താൽ 27 ആണ്. അപ്പോൾ ഈ 3 ക്യൂബുകളും കൂടെ ഒന്ന് കൂട്ടി നോക്കുക. 125, 27, 1 കൂട്ടി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആ സംഖ്യയായ 153 തന്നെയാണ്. ഇത്തരം സംഖ്യകളെയാണ് നമ്മൾ ആംസ്ട്രോങ് സംഖ്യ എന്ന് വിശേഷിപ്പിക്കുക. ഇനി നിങ്ങൾ തന്നെ പറയുക, എന്താണ് ഒരു ആംസ്ട്രോങ് സംഖ്യ? ഒരു സംഖ്യയുടെ അക്കങ്ങളുടെ ക്യൂബുകളുടെ തുകയെടുത്താൽ സംഖ്യ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ ആംസ്ട്രോങ് സംഖ്യ എന്ന് വിളിക്കും. സിമ്പിളാണ് അല്ലേ? അപ്പോൾ ആംസ്ട്രോങ് സംഖ്യകൾ നമ്മൾ നേരത്തെ പരിപൂർണ സംഖ്യ പറഞ്ഞതുപോലെ ഞാൻ കാണാതെ പഠിക്കാൻ പറയുന്നില്ല. കാരണം കുറച്ച് കൂടുതൽ സംഖ്യകളുണ്ട്, ഒന്നാമത്തെ കാര്യം. പിന്നെ അതെല്ലാം നമ്മൾ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ശ്രമകരമാണ്. അതുകൊണ്ട് ആംസ്ട്രോങ് സംഖ്യയുടെ ചോദ്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ആ ചോദ്യത്തിൽ കാണുന്ന ഓപ്ഷൻസ് വെച്ചിട്ട് അത് മാച്ചിങ് ആണോ എന്ന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, എല്ലാ ഓപ്ഷൻസും ഒന്നും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരത്തില്ല. ഇപ്പോൾ ഈ ചോദ്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഓപ്ഷൻസും ഒരിക്കലും നിങ്ങൾക്ക് ചെയ്ത് നോക്കേണ്ടി വരില്ല. നമ്മൾ റഫായിട്ടൊന്ന് സോർട്ട് ചെയ്താൽ മാത്രം മതിയാവും. ഇപ്പോൾ ഉദാഹരണത്തിന് 188 എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഈ ആദ്യത്തെ കുറച്ച് ക്യൂബുകൾ മാത്സിലുടനീളം, ഈ ഒരു ചോദ്യത്തിന് വേണ്ടി അല്ല കേട്ടോ, ആ മാത്സിലുടനീളം നമുക്ക് ആവശ്യം വരുന്ന കാര്യങ്ങളാണ്. ഒരു 1 മുതൽ 12 വരെയുള്ള സംഖ്യകളുടെ ക്യൂബുകൾ നിർബന്ധമായും കാണാതെ പഠിച്ചിരിക്കണം. അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് വരാം. 1 മുതൽ 12 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് കാണാതെ അറിയാമെങ്കിൽ ഇത്തരം ചോദ്യങ്ങളൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തു പോകാൻ സാധിക്കും. ഓക്കെ, ഇനി ആ ഒന്നാമത്തെ സംഖ്യ ഒന്ന് നോക്കിയേ, 188.
ആ 188 അത് ഒരിക്കലും നമ്മുടെ ഉത്തരമാവില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണെന്നറിയോ, 8ൻ്റെ ക്യൂബ് 512ആണ്. 8ൻ്റെ ക്യൂബ് 512 ആണെങ്കിൽ ഈ സംഖ്യയിൽ ഓൾറെഡി 2 8കൾ വരുന്നുണ്ട്. ആ 512ഉം 512ഉം കൂട്ടിയാൽ തന്നെ 1000ന് പുറത്ത് പോയി കഴിഞ്ഞു. ഇനി ഒരിക്കലും തുക 188 ആവില്ല. അപ്പം നമ്മൾ അതിൻ്റെ തുക എടുത്ത് നോക്കേണ്ട ആവശ്യം നമുക്കവിടെ വരില്ല. ഓക്കെ, ഇനി രണ്ടാമത്തത് 370. ഈ 370 നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം. കാരണം 370 നമുക്ക് നോക്കാം. 3ൻ്റെ ക്യൂബ് എടുത്താൽ കിട്ടുന്നത് 27. 7ൻ്റെ ക്യൂബ് നമ്മൾ പഠിച്ചിരിക്കണം 343. ഇതൊക്കെ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ പിന്നെ വരുന്നത് 0ആണ്. 0ൻ്റെ ക്യൂബ് നമ്മൾ കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ 27 + 343 ഒന്ന് കൂട്ടി നോക്കുക, നമുക്ക് ഈ സംഖ്യ തന്നെ കിട്ടും, 370. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം. ഈ 370 നമ്മുടെ ഉത്തരം. പക്ഷേ ഞാൻ ആ സിയും ഡിയും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം നമുക്കതും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. വീണ്ടും ഓപ്ഷൻ സിയിൽ 308 എന്ന സംഖ്യയാണ് കൊടുത്തിരിക്കുക. 308 നമുക്ക് നേരത്തെ പറഞ്ഞ അതേ ലോജിക്കിൽ തന്നെ പറയാൻ സാധിക്കും ഉത്തരമല്ല എന്നുള്ളത്. കാരണം 8ൻ്റെ ക്യൂബ് എടുത്താൽ തന്നെ 512 ഉണ്ട്. ഇനി ഒരിക്കലും തുക നമുക്ക് 308 ലിമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് 308 അല്ല എന്നുള്ളത് ഉറപ്പാണ്. നാലാമത്തെ ഓപ്ഷൻ നോക്കാം, 216. 216ലും അതേ പ്രശ്നം തന്നെയുണ്ട്. 216 വരുമ്പോഴും 6ൻ്റെ ക്യൂബാണ് 216. 6ൻ്റെ ക്യൂബ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് 216 തന്നെയാണ്. ഇനി നമുക്ക് 2ൻ്റെ ക്യൂബും 1ൻ്റെ ക്യൂബും കൂട്ടണം. ഒരിക്കലും നമുക്ക് തുക ഈ സംഖ്യയിൽ എത്തിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ 216ഉം അല്ല എന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഉത്തരമാണ് 370. ഓർമ്മയിലിരിക്കുക, ആംസ്ട്രോങ് സംഖ്യ എന്ന് വിശേഷിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ ക്യൂബുകളുടെ തുകയെടുത്താൽ സംഖ്യ തന്നെ കിട്ടണം. അടുത്ത ചോദ്യം, 3436 എന്ന സംഖ്യയിൽ 3ൻ്റെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? ഒരു സംഖ്യ, 4 അക്ക സംഖ്യ നമുക്ക് തന്നിരിക്കുന്നു. അപ്പോൾ അതിലെ 3 എന്ന സംഖ്യ, 3 എന്ന അക്കം അവിടെ 2 സ്ഥാനങ്ങളിൽ വരുന്നുണ്ട് അല്ലേ? അതായത് നമുക്ക് നോക്കിയാൽ അറിയാം, 10ൻ്റെ സ്ഥാനത്തും 1000ൻ്റെ സ്ഥാനത്തുമാണ് 3 അവിടെ ചോദിച്ചിരിക്കുക. അപ്പോൾ 3ൻ്റെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം. ഈ സ്ഥാനവില എന്നുള്ള ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്ഥാനവില എന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, മുഖവില. ഓർമ്മയുണ്ടോ? സ്ഥാനവില, മുഖവില. ഇപ്പോൾ ഒരക്കത്തിന് നമുക്ക് സ്ഥാനവില എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയിൽ ആ അക്കം എവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് ആ അക്കത്തിന് കൈവരുന്ന വിലയാണ് സ്ഥാനവില എന്ന് പറയുക. എന്നാൽ മുഖവില എന്ന് പറഞ്ഞാൽ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ 8ൻ്റെ മുഖവില 8 എവിടെ വന്നാലും മുഖവില 8 തന്നെ, ഒരിക്കലും മാറ്റമില്ല. മുഖവില അല്ലെങ്കിൽ ഫേസ് വാല്യൂ, ഇംഗ്ലീഷിൽ പറയുക ഫേസ് വാല്യൂ എന്നാണ്. മുഖവില അല്ലെങ്കിൽ ഫേസ് വാല്യൂവിന് ഒരു സംഖ്യയിലും മാറ്റമുണ്ടാവില്ല. എന്നാൽ സ്ഥാനവില അക്കത്തിൻ്റെ പൊസിഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓർക്കുമല്ലോ? അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ 3 2 സ്ഥാനങ്ങളിൽ വരുന്നുണ്ട് അല്ലേ? ഒന്നാമത് വരുന്നത് എവിടെയാണ്? ഒറ്റയുടെ സ്ഥാനത്ത് 6, 10ൻ്റെ സ്ഥാനത്ത് 3. അപ്പോൾ 10ൻ്റെ സ്ഥാനത്ത് ഒരു 3 വരുന്നുണ്ട്. അപ്പോൾ ഈ 10ൻ്റെ സ്ഥാനത്ത് 3 വരുമ്പോൾ 3ന് കൈവരുന്ന സ്ഥാനവില 3 × 10 30ആണ്. 10ൻ്റെ സ്ഥാനത്ത് വരുന്ന 3ൻ്റെ സ്ഥാനവിലയാണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത് 30. എന്നാൽ അടുത്ത 3 എവിടെയാണ് വരുന്നത്? ഒറ്റ, 10, 100, 1000. 1000ൻ്റെ സ്ഥാനത്ത് മറ്റൊരു 3 വരുന്നുണ്ട്. 1000ൻ്റെ സ്ഥാനത്ത് വരുന്ന രണ്ടാമത്തെ 3ൻ്റെ സ്ഥാനവില എന്ന് പറയുന്നത് 3 × 1000 അല്ലെങ്കിൽ 3000 ആണ്. അപ്പോൾ 3ന് ഈ ചോദ്യത്തിൽ 2 സ്ഥാനവിലകൾ വരുന്നുണ്ട്. ഒരു 3ൻ്റെ സ്ഥാനവില 30ഉം അടുത്തതിൻ്റെ സ്ഥാനവില 3000ഉമാണ്. നമ്മുടെ ചോദ്യം വ്യക്തമാണ്, 3ൻ്റെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? അതായത് 3000ഉം 30ഉം തമ്മിലുള്ള വ്യത്യാസം. 3000ൽ നിന്ന് 30 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്താണോ അതാണ് ഉത്തരം. ഉത്തരം എത്രയാണ്? 2970. സിമിലറായിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് 7258 എന്ന സംഖ്യയിൽ 2ൻ്റെ സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള വ്യത്യാസം എത്ര? ഇവിടെ ചോദ്യത്തിന് സ്ലൈറ്റായിട്ട് ഒരു വേരിയേഷൻ ഉണ്ട്. അതായത് കഴിഞ്ഞ തവണ ഒരക്കം 2 സ്ഥാനങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ അവിടെ വരുന്ന സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസമായിരുന്നെങ്കിൽ ഇവിടെ ഒരക്കം ഒരിടത്ത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അവിടെ ചോദ്യം ഇതാണ്, സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള വ്യത്യാസം എത്ര?
അപ്പോൾ രണ്ടിൻ്റെ സ്ഥാനവിലയും മുഖവിലയും. രണ്ടിൻ്റെ മുഖവിലയെപ്പറ്റി നമ്മൾ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. രണ്ടിന് ഒരു മുഖവിലയേ ഉള്ളൂ, രണ്ട് തന്നെ. ഇനി രണ്ടിൻ്റെ സ്ഥാനവിലയെപ്പറ്റി നമ്മൾ ആലോചിക്കുക. 1, 10, 100. അപ്പോൾ രണ്ട് ഏത് സ്ഥാനത്താണ് ഈ സംഖ്യയിൽ? 100ൻ്റെ സ്ഥാനത്താണ് വരിക. അപ്പോൾ 100ൻ്റെ സ്ഥാനത്ത് 2 കിടക്കുമ്പോൾ 2ന് കൈവരുന്ന സ്ഥാനവില 200 ആണ്. അപ്പോൾ രണ്ടിൻ്റെ ഈ ചോദ്യത്തിലെ സ്ഥാനവില 200ഉം മുഖവില 2ഉമാണ്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള വ്യത്യാസം 198 ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം. അപ്പോൾ ഈ ഒരു അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത് സംഖ്യാക്രമം എന്ന ഭാഗമാണ്. സംഖ്യാക്രമം എന്നാൽ എന്താണ്? സംഖ്യകളുടെ അറേഞ്ച്മെൻറ്റ്. സംഖ്യകളെ നമ്മൾ ബേസിക്കായിട്ട് ഏതൊക്കെ രീതികളിൽ തരംതിരിക്കും അതിനെപ്പറ്റിയുള്ള ടേംസും അതുമായി ബന്ധപ്പെടുന്ന ചില ചോദ്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിലൂടെ മനസ്സിലാക്കിയത്. അതിൽ തന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ ടേംസ് കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വെക്കണം. അഖണ്ഡസംഖ്യ എന്താണ്, നിസർഗസംഖ്യ എന്താണ്, പരിപൂർണ സംഖ്യ എന്താണ്, ആംസ്ട്രോങ് സംഖ്യ എന്താണ് എന്നെല്ലാം ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഈ പദങ്ങൾ ഇനി എവിടെ വന്നാലും അതിൻ്റെ അർത്ഥം നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കണം.